ഹലോ ഫ്രണ്ട്സ്, ജോബിൻസ് ടെക്കിലെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഇൻറ്റേർണൽ ഓഡിയോ കിട്ടുമെന്നാണ്. അതിനായി നമുക്ക് കിട്ടുന്ന ഒരു തുണികളിൽ വയ്ക്കുന്ന ക്ലിപ്പ്, പിന്നെ ഒരു ഹെഡ്സെറ്റ്, ഇത് മാത്രം മതി. ഇപ്പോൾ ഞാൻ പബ്ജീൻ്റെയാണ് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ക്രീൻ റെക്കോർഡർ. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡറിൽ കുറച്ച് സെറ്റിങ്ങുകൾ മാറ്റേണ്ടതുണ്ട്. അതുപോലെ നിങ്ങളങ്ങ് ചെയ്യുക. വീഡിയോ റെസൊല്യൂഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ മാക്സാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി, അതായത് ബിറ്റ് റേറ്റ് മാച്ച് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ FPS വന്നിട്ട് എൻ്റെ കയ്യിൽ 40 FPS വരെ ഉള്ളൂ, 30 മിനിമം ആണ്. പിന്നെ വീഡിയോ ലൊക്കേഷൻ, അതിന് ശേഷമുള്ളതാണ് മെയിനായിട്ടുള്ള റെക്കോർഡ് ഓഡിയോ ഓഫായിരിക്കും, അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് സെറ്റിംഗ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ചായിരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ ഹെഡ്സെറ്റ് കണ്ടോ, ഈ ഹെഡ്സെറ്റിൽ ഈ ക്ലിപ്പ് വയ്ക്കണം നമുക്ക്. അതായത് ഇതിൻ്റെ മൈക്ക് വരുന്ന ഭാഗം, ബട്ടണും മൈക്കും വരുന്നിടത്ത് ഈ ക്ലിപ്പ് വെച്ച് കൊടുക്കണം. അതായത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ക്ലിപ്പ് വയ്ക്കുമ്പോൾ സെൻറ്ററിലെ ബട്ടൺ കറക്റ്റായിട്ട് പ്രസ്സായിരിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ക്ലിപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലിപ്പ് വയ്ക്കുന്നതിന് മുമ്പ് ഫോണിലോട്ട് ഹെഡ്സെറ്റ് ജാക്ക് കണക്ട് ചെയ്യുക. ഫോക്കസ് ആകട്ടെ. അടുത്ത് ഹെഡ്സെറ്റ് ജാക്ക് കണക്ട് ചെയ്യുക. ഹെഡ്സെറ്റ് ജാക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ഹെഡ്സെറ്റിൻ്റെ കൂടെ ഒരു മൈക്കും കൂടെ ഉള്ള ഐക്കണാണ് നമുക്കിപ്പോൾ കാണുന്നത്. അങ്ങനെ ഉള്ള ഹെഡ്സെറ്റിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. അതായത് മൈക്കും കൂടെ ഉള്ള ഹെഡ്സെറ്റിലേ ഇത് വർക്കാവുള്ളൂ. അപ്പോൾ ഈ മൈക്ക് വരുന്ന ഭാഗവും ആ ബട്ടൺ വരുന്ന ഭാഗത്തായിട്ടും നമുക്ക് ആ ക്ലിപ്പും ഫിറ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഹെഡ്സെറ്റ് ഫോണിൽ സെറ്റ് ചെയ്തതിന് ശേഷമേ ഈ ക്ലിപ്പ് അതിൽ സെറ്റ് ചെയ്യാവൂ. ഇപ്പോൾ ക്ലിപ്പ് സെറ്റ് ചെയ്യുകയാണ്. ക്യാമറ ഫോക്കസ് ആവണില്ല, അതാണ്. ഇപ്പോൾ ക്ലിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓരോന്നൊക്കെ വരുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ബാക്ക് കൊടുത്ത് വിടുക. അത് നമ്മുടെ ഹോം കീ ഞെക്കിയാലോ, ഹെഡ്സെറ്റ് കുത്തിയിരിക്കുമ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താലോ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് പബ്ജി ഓപ്പൺ ചെയ്യാം. പബ്ജിയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിൽ ടോപ്പായിട്ട് ഈ നമ്മൾ റെക്കോർഡ് ചെയ്തത്, ഇത് കറക്റ്റ് ഓഡിയോയോട് കൂടിയ വിഷ്വൽസാണ് കാണുന്നത്. കണ്ടോ, എന്തൊരു പക്ക ക്വാളിറ്റിയിൽ കിട്ടുന്നതെന്ന് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പബ്ജി പ്രാന്തന്മാർക്കോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഒരു ഗീവ് അവേ വരുന്നുണ്ട്. 200 സബ് ആവട്ടെ. 200 സബ് ആകുമ്പോൾ ഒരു വമ്പൻ ഗീവ് അവേ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ അതിന് മുമ്പ് മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലോട്ട് എത്തിക്കുക. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാം. ഈ ഹെഡ്സെറ്റ് ഇല്ലാതെയും കൂടെ ഹെഡ്സെറ്റിൽ ഈ ക്ലിപ്പില്ലാതെയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അപ്പോഴത്തെ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ടാറ്റ.